നമസ്കാരം, KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. ലാൽ സലാം, പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്ക് ആയിരങ്ങളുടെ ശ്രദ്ധാഞ്ജലി. ഉച്ചക്കഞ്ഞി വിതരണത്തിനായി നൽകിയ അരിയിൽ പുഴുവും ചെള്ളും സൗജന്യം. മങ്കൊമ്പ് ചതുർത്യാഗരി ഗവൺമെന്റ് സ്കൂളിലേക്ക് നൽകിയ അരിയിലാണ് പുഴുക്കളെ കണ്ടെത്തിയത്. കുടുംബശ്രീയിലും രാഷ്ട്രീയം. കുടുംബശ്രീയെ CPM രാഷ്ട്രീയവത്കരിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ CDS ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. ഉയരുന്ന വിലക്കയറ്റത്തിനെതിരെ ഉയരുന്ന സ്ത്രീ ശബ്ദം. കേരള മഹിളാ സംഘം വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്ക് ആയിരങ്ങളുടെ പ്രണാമം. 68ാമത് പുന്നപ്ര വയലാർ വാർഷികാചരണത്തിന്റെ ഭാഗമായി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. രാജവാഴ്ചയ്ക്കും സർ CPയുടെ സ്വേച്ഛാധിപത്യത്തിനുമെതിരെ സമരഭൂമിയിൽ ജീവൻ വെടിഞ്ഞ പുന്നപ്രയിലെ അനശ്വര രക്തസാക്ഷികൾക്ക് ആയിരങ്ങൾ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. VS അച്യുതാനന്ദൻ, G സുധാകരൻ, MA ബേബി, CB ചന്ദ്രബാബു തുടങ്ങിയ നിരവധി പ്രമുഖർ എത്തിയിരുന്നു. പുഷ്പാർച്ചന റാലി രാവിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച് ബലികുടീരത്തിൽ സംഗമിച്ചു. വൈകിട്ട് 3-ന് ദീപശിഖാ പ്രയാണം ആരംഭിച്ച് പുന്നപ്ര സമരഭൂമിയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പറവൂർ രക്തസാക്ഷി നഗറിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് വിശ്വം, CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ G സുധാകരൻ MLA, TV രാജേഷ് MLA, CK സദാശിവൻ MLA, CB ചന്ദ്രബാബു, T പുരുഷോത്തമൻ, P തിലോത്തമൻ MLA, സജി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലേക്ക് ഉച്ചഭക്ഷണത്തിനായി കൊണ്ടുവന്ന അരിയിൽ പുഴുവും ചെള്ളും. ഉപയോഗശൂന്യമായ അരി നാട്ടുകാർ തടഞ്ഞു. മങ്കൊമ്പ് ചതുർത്യാഗരി ഗവൺമെന്റ് UP സ്കൂളിലേക്ക് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വിതരണത്തിനായി കൊണ്ടുവന്നതായിരുന്നു അരി. നെടുമുടി പൂപ്പള്ളി സപ്ലൈകോയിൽ നിന്നുമാണ് ഉച്ചക്കഞ്ഞി വിതരണത്തിനായി അരിയെടുക്കുന്നത്. സപ്ലൈകോ ജീവനക്കാർ അരി ചതുർത്യാഗരി കടവിലിറക്കി. അരിയിൽ പുഴുവും ചെള്ളും കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ സ്കൂളിലേക്ക് അരി കൊണ്ടുപോകുന്നത് തടയുകയായിരുന്നു. 50 കിലോയുടെ 2 ചാക്ക് പഴകി ഉപയോഗശൂന്യമായ അരിയാണ് സപ്ലൈകോ നൽകിയത്. ഉപയോഗശൂന്യമായ അരി സ്കൂൾ ഏറ്റെടുക്കില്ലെന്നും ഈ വിഷയം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെയും സപ്ലൈ ഓഫീസറെയും അറിയിക്കുമെന്നും പ്രഥമാധ്യാപിക പറഞ്ഞു. കുട്ടനാട്ടിലെ സർക്കാർ സ്കൂളുകളിലേക്കും മാനേജ്മെന്റ് സ്കൂളുകളിലേക്കും വിദ്യാർത്ഥികൾക്കായി നൽകുന്ന അരി അടക്കമുള്ള ഭക്ഷണ സാധനങ്ങളിൽ പുഴുവടക്കമുള്ളവയെ കണ്ടെത്തുന്നത് ഇതാദ്യമല്ല. എന്നാൽ പഴകി ദ്രവിച്ച ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർക്കെതിരെ യാതൊരു നടപടിയും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. സർക്കാർ സ്കൂളിലെ പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് ഇതൊക്കെ മതിയെന്ന മനോഭാവമാണ് അധികാരികൾക്കെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കുടുംബശ്രീയെ രാഷ്ട്രീയവത്കരിക്കുന്ന CPM നടപടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ആലപ്പുഴ സൗത്ത് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ DCC പ്രസിഡന്റ് A.A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയെ സംരക്ഷിക്കണം, CPMന്റെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കണം. CPM ശ്രീ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ നടത്തുന്ന കോടികളുടെ കൊള്ള അവസാനിപ്പിക്കണം. ഇതിന്റെ നിജസ്ഥിതി സർക്കാർ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സമരം ആരംഭിച്ചത്.
സമരം ആരംഭിച്ച് 2 ആഴ്ച തികയുന്നതിന് മുമ്പായി തന്നെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, മുൻ KPCCയുടെ പ്രസിഡന്റ്, ആലപ്പുഴ ജില്ലയിലെ കുടുംബശ്രീയുടെ കഴിഞ്ഞ 6 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തുവാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വിജിലൻസ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ബ്ലോക്ക് പ്രസിഡന്റ് ജി സജീവ് ഭട്ട്, ഡോക്ടർ PA പാപ്പച്ചൻ, P നാരായണൻകുട്ടി, B ബൈജു, D സാബു, A സുബ്ബാഹു തുടങ്ങിയവർ സംസാരിച്ചു. കേരള മഹിളാ സംഘം നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അമിത വിലക്കയറ്റത്തിനും കരം വർധനവിനുമെതിരെയാണ് മഹിളാ സംഘം ആലപ്പുഴ കളക്ടറേറ്റിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചത്. കേരള മഹിളാ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ധർണ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P ജ്യോതിസ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം എന്ന് പറയുന്നത് കേവലം ഒരു ധർണ കൊണ്ടോ കേവലം ഒരു സത്യാഗ്രഹം കൊണ്ടോ മാത്രമായിട്ട് അവസാനിപ്പിക്കാതെ നിരന്തരമായ പ്രക്ഷോഭ സമരങ്ങളിലൂടെ, പ്രത്യേകിച്ച് കുത്തക മുതലാളിമാർക്കെതിരായി, കുത്തക വർഗത്തിനെതിരായി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരായുള്ള പോരാട്ടം ശക്തമാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. അതിനുവേണ്ടി കഴിയുമെങ്കിൽ എല്ലാ ലാഭ മാർക്കറ്റുകളും എല്ലാ സിവിൽ സപ്ലൈസ് ചന്തകളും ഒക്കെ അതിനെതിരായി സമര കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് ശക്തമായ സമര പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് വിലക്കയറ്റത്തെ നിയന്ത്രിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രചോദനം നൽകുന്ന നടപടികൾ, പ്രക്ഷോഭ സമരപരിപാടികൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. സെക്രട്ടറി TP അജയകുമാർ, ഉഷാ മുരളി, മേനക ബാലകൃഷ്ണൻ, അമ്മിണിക്കുട്ടി ശശി, മണി വിശ്വനാഥ്, ശാന്തമ്മ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പോള സംസ്കരിച്ച് ജൈവവളമാക്കുന്ന പദ്ധതി നിർത്തി ഉത്തരവിറക്കിയ വെളിയനാട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്കെതിരെ വ്യാപക പ്രതിഷേധം. ഇതുമൂലം 200 ഹെക്ടർ പാടം തരിശാകുമെന്നാണ് കർഷകർ പറയുന്നത്. കാവാലം, വെളിയനാട്, മുട്ടാർ പഞ്ചായത്തുകളിലാണ് പോള സംസ്കരിച്ച് ജൈവവളമാക്കുന്ന പദ്ധതി ആരംഭിച്ചത്. പോള തിങ്ങി നിറഞ്ഞ ചെറു പാടശേഖരങ്ങളെയാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. പാടശേഖരങ്ങളിൽ നിന്നും വാരിയ പോള EM സൊല്യൂഷൻ ലായനിക്ക് മുകളിൽ തട്ടുതട്ടായി അടുക്കിയതിനു ശേഷം പോളയ്ക്ക് മുകളിൽ ചാണകവെള്ളം തളിച്ച് മൂടിവെച്ചാണ് വളമാക്കുന്നത്. തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പ്രവർത്തനം നടന്നിരുന്നത്. ആവർത്തന വിരസതയുള്ളതിനാലാണ് ഈ പദ്ധതി നിർത്തലാക്കിയെന്നാണ് BDO അറിയിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ജില്ലാ കളക്ടർക്കും മറ്റ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് കാവാലം ഗ്രാമപഞ്ചായത്ത് അംഗവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KC ജോസഫ് പറഞ്ഞു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്തി അതിന് കാർഷിക മേഖലയുടെ പുരോഗതിക്കായി വരും എന്നുള്ള നിലയിലാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഓഗസ്റ്റ് മാസത്തിൽ ചേർന്ന ബ്ലോക്ക് തല യോഗത്തിൽ വെച്ച് കാർഷിക മേഖലയ്ക്ക് ഏറെ ഗുണമുള്ള പോള വാരി അത് ജൈവവളമാക്കി മാറ്റുക എന്ന നിലയിലുള്ള പ്രോജക്റ്റ് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വളരെ പ്രയോജനമായിട്ടുള്ള നിലയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ബ്ലോക്കിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിർത്തിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശം കിട്ടിയിരിക്കുകയാണ്. കാർഷിക മേഖലയിലാകെയുള്ള കർഷകരെയും കർഷക തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാർഷിക മേഖലയിലുള്ള കർഷക തൊഴിലാളികൾക്ക് വളരെയധികം തൊഴിൽ അവസരം കുറഞ്ഞിരിക്കുന്ന സന്ദർഭം, അതേപോലെ തന്നെയുള്ള ചെറുകിട പാടങ്ങളിൽ പോള വാരി മാറ്റുവാനായിട്ടുള്ള വലിയ സാമ്പത്തിക ചെലവ്, ഇവയൊക്കെ വളരെ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായി ഈ പ്രവൃത്തി രൂപപ്പെടുത്തിയിരുന്നത്. ഈ ജൈവവളം പോളയിൽ നിന്നും സംസ്കരിച്ച് ഉണ്ടാക്കി നമുക്ക് ഉൽപാദനത്തിന് വർധനവിന് ഉപകരിക്കുന്ന തരത്തിൽ കൊടുക്കാം എന്നുള്ള തരത്തിൽ EM സൊല്യൂഷൻ അടക്കമുള്ള ലായനികൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ കൂട്ടങ്ങളാക്കി കർഷകർ ജൈവവള പ്രക്രിയയിലേക്ക് പോകുന്ന ഒരു സന്ദർഭം വളരെയധികം താൽപര്യത്തോടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആരോഗ്യ മേഖലയ്ക്ക് പോലും ഉതകുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പോള മാറ്റി മാറ്റുന്ന ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന ഒരു നിലയിലേക്ക് നീങ്ങുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വെളിയനാട് ബ്ലോക്കിൽ തന്നെ 200 ഹെക്ടറിലധികം സ്ഥലം കൃഷി യോഗ്യമല്ലാതെ തരിച്ചിടുന്ന ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്.
ബഹുമാനപ്പെട്ട കളക്ടർക്ക് ഇത് സംബന്ധമായി ഇത് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇത് പരിഹരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് ബ്ലോക്ക് തലത്തിൽ ഗ്രാമസേവകന്മാരുണ്ട്. അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ഒരു കൃത്യനിർവഹണം നടത്തി ഇങ്ങനെയുള്ള ഒരു നൂതനമായ പദ്ധതി വിജയിപ്പിക്കുന്നതിന് പകരം ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടി പദ്ധതി നിർത്തുക എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം തൊഴിലവസരം വളരെ കുറഞ്ഞിരിക്കുന്ന കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. തലവടി പഞ്ചായത്ത് ഓഫീസിലെ ഫയലുകൾ മോഷ്ടിക്കപ്പെട്ടു. രാവിലെ ഓഫീസിലെത്തിയ ജീവനക്കാരാണ് താഴ് തകർന്നിരിക്കുന്നത് കണ്ട് എടത്വ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത്. ഫയലുകൾ വാരിയിട്ട നിലയിലായിരുന്നു. പഞ്ചായത്ത് ഓഫീസിൽ മുൻപിരുന്ന ജീവനക്കാർക്കെതിരെ അഴിമതി ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാന രേഖകളടങ്ങുന്ന ഫയലുകൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഓഡിറ്റിംഗ് അടുത്ത ദിവസം നടക്കാനിരിക്കെയാണ് മോഷണം നടന്നതെന്നതിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അവധിയായിരുന്നു. ഏതോ സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് തകർത്തുകൊണ്ട് പല റെക്കോർഡുകളും പരിശോധിച്ച് കാണുന്നുണ്ട്. പക്ഷേ പണമൊന്നും തന്നെ പോയിട്ടില്ല. പണം ഇവിടെ സൂക്ഷിക്കാറ് പതിവില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള അലമാരകൾ മാത്രം തുറന്നുകൊണ്ട് അത് പരിശോധിക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഈ പല പ്രാവശ്യങ്ങളിലും ഇതുപോലെ ഇതിനകത്ത് പലരും കയറി വരികയും ഈ ഷീറ്റുകൾ മറ്റും കുത്തിപ്പൊളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പോലീസിന്റെ ശ്രദ്ധ ഉണ്ടാവണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. വാതിലിന്റെ പൂട്ടുപൊളിച്ചാണ് കള്ളൻ അകത്തു കടന്നത്. ആലപ്പുഴയിൽ നിന്നും വിരലടയാള വിദഗ്ധർ തലവടി പഞ്ചായത്ത് ഓഫീസിലെത്തി തെളിവെടുത്തു. എടത്വ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൈനകരി പഞ്ചായത്തിലെ മുട്ടേൽ പാലം മുതൽ കളപ്പുരയ്ക്കൽ പാലം വരെയുള്ള പുറംബണ്ട് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ഫ്രണ്ട് ജേക്കബ് വിഭാഗം ജില്ലാ സെക്രട്ടറി സുധീഷ് മുരുവേലിൽ വിജിലൻസിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. കരാറുകാരും ഉപഭോക്തൃ കമ്മിറ്റിയും ചേർന്ന് നടത്തിയ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി. ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മലങ്കര മാർത്തോമ സൂര്യാനി സഭ നിരണം മാരാമൺ ഭദ്രാസനം മുട്ടാർ ക്രിസ്തോസ് മാർത്തോമ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഇടവകയുടെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി 24, 25 തീയതികളിൽ പ്രാദേശിക തലങ്ങളിൽ ദ്വിദിന കൺവെൻഷൻ നടത്തുന്നു. മേപ്രാൽ ഇമ്മാനുവൽ മാർത്തോമ ഇടവക വികാരി സാബു ജോർജ് ഉദ്ഘാടനം ചെയ്യും. തീയണയ്ക്കാൻ മാത്രമല്ല ചങ്ങനാശ്ശേരി അഗ്നിശമന സേനയ്ക്ക് അറിയാവുന്നത്.
വിരലിൽ നിന്നും ഊരാൻ പറ്റാത്ത മോതിരങ്ങൾ, വിരലുകൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഊരാനും ഇവർ മിടുക്കരാണ്. കുറിച്ചി 15-ൽ ബിജോയ് ചാക്കോ എന്ന 14-കാരന്റെ വിരലിൽ 1.5 വർഷം മുമ്പ് ഇട്ടിരുന്ന സ്റ്റീൽ മോതിരം ഊരാൻ പറ്റാതായതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. വീട്ടുകാർ സോപ്പും മറ്റും ഉപയോഗിച്ച് ഊരാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നപ്പോഴാണ് ഇവർ ചങ്ങനാശ്ശേരിയിലെ തട്ടാന്മാരുടെ സഹായത്തിനായി എത്തിയത്. എന്നാൽ വിരലിൽ മുറിവുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആ ശ്രമവും വിഫലമായി. തുടർന്നാണ് ചങ്ങനാശ്ശേരി ഫയർഫോഴ്സിന്റെ സഹായത്തിനായി എത്തിയത്. വിരലിന് ഒരു പോറൽ പോലും ഏൽക്കാതെ തന്നെ ഇവർ ഈ മോതിരം ഊരി മാറ്റിയപ്പോൾ ബിജോയ്ക്കും കുടുംബത്തിനും ഇത് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു. എന്നാൽ ഒരു വലിയ കാര്യമല്ല എന്ന ഭാവത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സന്തോഷം പങ്കിട്ടപ്പോൾ തീയണയ്ക്കാനും വെള്ളത്തിൽ വീണവരെ രക്ഷിക്കാനും മാത്രമല്ല സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളിൽ തങ്ങളുടെ സേവനം ലഭിക്കുമെന്ന പുതിയ സന്ദേശമാണ് ഇവർ നൽകിയത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ KR അഭിലാഷ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ സജിമോൻ, T ജോസഫ്, ജോർജ് പോൾ, C സനിൽ, K സതീഷ് കുമാർ തുടങ്ങിയവരുടെ ശ്രമഫലമായിട്ടാണ് മോതിരം ഊരിയത്. ഇത് കുറച്ചു നാളായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇന്നാളെ പത്രത്തിൽ വാർത്ത വന്നല്ലോ, മോതിരം ഊരാൻ പറ്റുന്നില്ലെന്ന് പറയാം. അന്നേരം പോലും നോക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും പറ്റിയിട്ട് ഇന്ന് രാവിലെ ഇറങ്ങിയതാ. 3 തട്ടാമാരുടെ അടുത്ത് പോയി, അത് സാധിച്ചില്ല. പിന്നെ ഇങ്ങോട്ട് നേരെ പോരുമായിരുന്നു. കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരത്തിനായി ഒരുങ്ങുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ കുറെ കാലമായി കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികളിൽ അഴിമതി ആരോപണമാണ് ഉയരുന്നത്. കഴിഞ്ഞയിടയ്ക്ക് സ്കൂൾ പരിസരത്ത് നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ സ്കൂളിന് ഭീഷണിയാകുന്നുവെന്ന് പറഞ്ഞ് വെട്ടിവിറ്റതോടെയാണ് അഴിമതി കഥകൾ പുറം ലോകം അറിയാൻ തുടങ്ങിയത്. സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ PTA-യിൽ മതിയായ രീതിയിൽ ചർച്ച ചെയ്യാറില്ലെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. സ്കൂളിൽ നടക്കുന്ന അഴിമതിയെ സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിനായി ഒരുങ്ങുകയാണ് നാട്ടുകാർ. കുടുംബശ്രീയിൽ പ്രതിഷേധം പുകയുമ്പോൾ സാമ്പത്തിക ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട ആഭ്യന്തര വകുപ്പ്. ആലപ്പുഴ DCC പ്രസിഡന്റ് AA ഷുക്കൂർ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണം. ആലപ്പുഴ ജില്ലയിലെ CDSകളിൽ നടന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ വൻ തിരിമറിയാണ് നടന്നിരിക്കുന്നത്. ഭരണിക്കാവിൽ പിന്നോക്ക വികസന കോർപ്പറേഷൻ CDSലെ 13 അയൽക്കൂട്ടങ്ങൾക്ക് 2% പലിശ നിരക്കിൽ നൽകിയ 25 ലക്ഷം രൂപ SBI ബ്രാഞ്ചിൽ നിക്ഷേപിക്കുകയുണ്ടായി. പിന്നീട് 25 ലക്ഷം രൂപ പണമായി പിൻവലിച്ച് സർവീസ് സഹകരണ ബാങ്കിൽ 23 ലക്ഷം രൂപ നിക്ഷേപിക്കുകയുണ്ടായി. 2 ലക്ഷം രൂപ കൈവശം വയ്ക്കുകയും പിന്നീട് CDS ചെയർപേഴ്സൺ പുഷ്പമ്മ ബോസിന്റെ സ്വന്തം പേരിൽ 3 ലക്ഷം രൂപ ചെക്ക് എഴുതി പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ ബന്ധപ്പെട്ട വിവരങ്ങൾ അക്കൗണ്ടിലും ക്യാഷ് രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇക്കാര്യം മന്ത്രിക്ക് നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മാന്നാറിൽ ന്യൂട്രിമിക്സ് യൂണിറ്റ് പരിശീലനത്തിനായി CDS അക്കൗണ്ടിൽ നിന്നും താൽക്കാലികമായി യൂണിറ്റ് നൽകിയ 50,000 രൂപ ന്യൂട്രിമിക്സ് യൂണിറ്റിന് തിരികെ നൽകിയെങ്കിലും അക്കൗണ്ടിൽ വരവ് വയ്ക്കാതെ CDS ചെയർപേഴ്സൺ പണം അപഹരിച്ചതും തെളിവ് സഹിതം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. പുറക്കാട് നടത്തിയ തട്ടിപ്പും വള്ളിക്കുന്നത്ത് 44 ലക്ഷം രൂപ അപഹരിച്ചതും കൃഷ്ണപുരം, കുത്തിയതോട്, തുറവൂർ, മാരാരിക്കുളം തെക്ക്, മുതുകുളം എന്നിവിടങ്ങളിൽ CDS ചെയർപേഴ്സൺമാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളും ഭവനശ്രീ വായ്പയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുമെല്ലാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിശദമായി തയ്യാറാക്കിയാണ് മന്ത്രിക്ക് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. വിളക്കിത്തല നായർ സമാജം വനിതാ സമ്മേളനവും ദീപാവലി ആഘോഷവും ബുധനാഴ്ച നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു. താലപ്പൊലിയും ദീപങ്ങൾ കൊണ്ടും നിറഞ്ഞ ഘോഷയാത്ര വിലക്കിത്തല നായർ സമാജത്തിന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. തുടർന്ന് നടന്ന സമ്മേളനം VSS സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. K ഓമന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നവീകരിച്ച ഹെഡ് ഓഫീസിന്റെയും പുതിയതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. കമ്പ്യൂട്ടർ ഓഫീസിന്റെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷും ഗഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം CF തോമസ് MLAയും വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ മാത്യു T തോമസ് MLAയും നിർവഹിച്ചു. സമാജം രക്ഷാധികാരി G കുട്ടപ്പൻ, ജനറൽ സെക്രട്ടറി N മോഹനൻ എന്നിവർ പ്രതിഭകളെയും റാങ്ക് ജേതാക്കളെയും ആദരിച്ചു. ചടങ്ങിൽ N ചെല്ലപ്പൻ, V ശിവരാമൻ, PS രാജേന്ദ്രൻ, K നാണപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ മറ്റ് സമൂഹങ്ങളുടെ ഒക്കെ വളർച്ച നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വളർച്ചയുടെ രഹസ്യത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ആ സമുദായങ്ങളിലും സമൂഹങ്ങളിലുമുള്ള ആളുകളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയാണ്. ഇനി നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാലത്തിനനുസരിച്ചുള്ള നല്ല വിദ്യാഭ്യാസം, നല്ല കോഴ്സുകളിൽ ചേർന്നുകൊണ്ട് അത് അഖിലേന്ത്യാ മത്സര പരീക്ഷകളാകട്ടെ, IAS-ഓ IES-ഓ IFS-ഓ IPS-ഓ അതൊക്കെ എല്ലാവർക്കും നേടാം. ആരും ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് വലിയ പ്രഗത്ഭമതികളായിട്ടൊന്നുമല്ല. നല്ല അധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടുമാണ് എല്ലാവരും ഉയർച്ചയിൽ നേടുന്നത്. ഈ രാജ്യത്തിന്റെ പ്രസിഡന്റും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും ഒക്കെ ദളിത് സമൂഹത്തിൽപ്പെട്ടവര് ആയിക്കഴിഞ്ഞ ചരിത്രം നമ്മൾ കാണുകയുണ്ടായി. അത് ദളിത് സമൂഹമാകട്ടെ, പിന്നോക്ക സമുദായമാകട്ടെ,
പിന്നോക്ക സമുദായമാകട്ടെ എല്ലാ കുഞ്ഞുങ്ങളും ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഒരേ തരത്തിലുള്ള ബുദ്ധിയുടെ നിലവാരത്തോടു കൂടിയാണ്. പുളിങ്കുന്ന് ഫൊറോന പിതൃവേദി മാതൃജ്യോതിസിന്റെ നേതൃത്വത്തിൽ മാലിന്യ വിമുക്ത കുട്ടനാട് കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പുളിങ്കുന്ന് സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. കുട്ടനാട് പൈതൃക കേന്ദ്രം ചെയർമാൻ അനിൽ ബോസ് കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പുളിങ്കുന്ന് ഫൊറോന ഡയറക്ടർ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ അധ്യക്ഷനായി. ജോസ് കൈലാത്ത്, ലാലി, ബാബു വടക്കേക്കളം, ജാൻസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തലവടി VHSE സ്കൂളിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും അനുമോദന യോഗവും നടന്നു. സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ചാണ് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനം സംഘടിപ്പിച്ചത്. രാമയ്യ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ നടന്ന പരിപാടി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ശ്രേഷ്ഠന്മാരുടെ ഒരു സാന്നിധ്യത്തിൽ ഇവിടെ കൂടുതൽ സാധിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാകുന്ന കാഴ്ചപ്പാടോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി പ്രത്യേകിച്ച് വേദിയിലിരിക്കുന്ന ഗുരുക്കന്മാരുടെ അനുമതിയോടുകൂടി ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഷമ സുധാകരൻ അധ്യക്ഷയായി. തുടർന്ന് സ്കൂൾ യുവജനോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. വൃന്ദ ഈശ്വരപിള്ള, S. സുജ, സുഭദ്രാദേവി, PTA പ്രസിഡന്റ് സുമേഷ്, DEO തുടങ്ങിയവർ സംസാരിച്ചു. നടുഭാഗം പുത്തൻചുണ്ടന്റെ പണി പുരോഗമിക്കുന്നു. വള്ളം മലർത്തിവെപ്പ് ചടങ്ങ് വെള്ളിയാഴ്ച രാവിലെ 11നും 12നും ഇടയ്ക്ക് നടക്കും. ചമ്പക്കുളം നടുഭാഗം മാപ്പിളശ്ശേരി പുതിയറക്കൽ വള്ളപ്പുരയിലാണ് ചടങ്ങ് നടക്കുക. ആയിരത്തി 1952 കുട്ടനാട് കാണാനെത്തിയ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് ചാടിക്കറിയ വള്ളമാണ് നടുഭാഗം. ആലപ്പുഴ മെഗാ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഫിനിഷിംഗ് പോയിന്റിൽ നിർമ്മിക്കുന്ന ബോട്ട് മ്യൂസിയത്തിനായി ടൂറിസം വകുപ്പ് നടുഭാഗം ചുണ്ടൻ ഏറ്റെടുത്തിരുന്നു. തുടർന്നാണ് പുത്തൻ ചുണ്ടൻ എന്ന ആശയം ജലോത്സവ പ്രേമികളിൽ മുളയിട്ടത്. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ 6 മുതൽ 14 വരെ വാർഡുകളിലെ ജനങ്ങളുടെ ഓഹരി പങ്കാളിത്തത്തോടെയാണ് വള്ളമിറക്കുന്നത്. 2015 വള്ളംപണി പൂർത്തിയാക്കാനാണ് ബോട്ട് ക്ലബ് ഉദ്ദേശിക്കുന്നത്. പ്രശസ്ത ചുണ്ടൻവള്ള ശില്പി കോയിൽമുക്ക് നാരായണനാചാര്യയുടെ മകൻ സാബു നാരായണന്റെ മേൽനോട്ടത്തിലാണ് പണി പുരോഗമിക്കുന്നത്. കണ്ടകശ്ശേരിയിൽ നട്ടം തിരിഞ്ഞ മണലിൽ കലുങ്ക ദീപാ ജംഗ്ഷൻ റോഡ് 5 വർഷത്തിലധികമായി റോഡിലൂടെ കാൽനടയായും വാഹനത്തിലും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഈ റോഡിലെ കുഴികൾ കണ്ടാൽ ആരും ഒന്ന് ഭയക്കും. കാരണം ഇതിൽ വീഴാൻ നില കിട്ടുമോ എന്ന് സംശയമാണ്. മുട്ടാർ 6ാം വാർഡിലെ ജനങ്ങൾ ഈ റോഡിലൂടെ നരകയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. കുഴികളിൽ വീണ് നടുവുളുക്കിയ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് തങ്ങൾക്കാകും വിധം കുഴികൾ അടയ്ക്കുവാൻ ശ്രമിച്ചിരുന്നു. റോഡ് യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പരാതികളും നിവേദനങ്ങളും നൽകി മടുത്തിരിക്കുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ. MLAക്ക് നിവേദനം നൽകിയപ്പോൾ 25 ലക്ഷം രൂപ അനുവദിച്ചതായി അറിയിച്ചിരുന്നു. ഇപ്പോൾ ഫണ്ടില്ലെന്നാണ് ഇവർ പറയുന്നതെന്ന് വാർഡ് മെമ്പർ തന്നെ പരാതിപ്പെടുന്നു. നമ്മുടെ ഈ റോഡ് മുട്ടാർ പഞ്ചായത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു റോഡെന്നുള്ള നിലയ്ക്ക് വർഷങ്ങളായിട്ട് ഈ ദുരിതമനുഭവിക്കുകയാണ് ഇവിടുത്തെ ഈ വാർഡിലെ ജനങ്ങൾ. ശരിക്കും പറയുന്ന ഒരു 15 വർഷക്കാലമായിട്ട് ഇതേ ഒരവസ്ഥയിലാണ് ഈ റോഡ്. കാലങ്ങൾക്ക് മുമ്പ് മുതലേ ഈ ഒരു റോഡിന് വേണ്ടി യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപാട് സമരപരിപാടികൾ നടത്തിക്കൊണ്ട് പഞ്ചായത്ത് തലത്തിൽ നമുക്കെതിരെ ഒരു സമരം നടത്തിയവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനാണ് അവർ മെനക്കെട്ട്. പകരം ഈ ഒരു വഴിക്ക് വേണ്ടി തൃപ്തികരമായ രീതിയിൽ ഒരു നല്ല മറുപടി പറയുവാനോ ഈ വഴി പദ്ധതിയുടെ ഭാഗമായി നടത്തിപ്പിക്കുവാനോ ആരും ശ്രമിച്ചിട്ടില്ല. അങ്ങനെ അതിനുശേഷം നിരന്തരം ഈ വഴിക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ളത് ആ സമയത്താണ് ഇവിടെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്ഥാനമേൽക്കുന്നത്. നമ്മളെ കയറിയിട്ട് നമുക്ക് ഏറ്റവും വെല്ലുവിളി ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ വഴി. 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡിന്റെ അവസ്ഥ അന്ന് മുതൽ നമ്മുടെ ഫണ്ട് അപര്യാപ്തമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്ഥലം MPയെയും MLAയും ഒക്കെ മുസാവിൽ പലതവണ കാണുകയും നിവേദനങ്ങളും ഒക്കെ സമർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ MP എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കൊടുക്കുന്ന സുരേഷ് തീർത്തും നമ്മളെ അവഗണിക്കാനുണ്ടായത്. പകരം നമ്മുടെ MLA പോയി സമീപിക്കുകയും അദ്ദേഹം വളരെ നന്നായിട്ട് നമ്മളോട് പെരുമാറുകയും ഇതിനുവേണ്ടി ഫണ്ട് അനുവദിക്കാം എന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് നമുക്ക് ഫണ്ട് ഒരു 25 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് അറിയിച്ചു. ഇതിന് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. ASI ഇപ്പോൾ ഇതിന് ഫണ്ടില്ല എന്നാണ് ഇപ്പോൾ കാലങ്ങളായിട്ട് ഈ ഒരു വർഷക്കാലമായിട്ട് അറിയുന്നത്. അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ റോഡിലൂടെ പോയതും റോഡ് തകരുവാൻ മറ്റൊരു കാരണമാക്കി. ഇതുമൂലം റോഡിലെ പല ഭാഗങ്ങളിലും പൈപ്പ് ലൈനുകൾ പൊട്ടിയ നിലയിലുമാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായി സമരവുമായി മുമ്പോട്ട് പോകുവാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ ജനങ്ങൾ.
യൂത്ത് കോൺഗ്രസ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ് ഉദ്ഘാടനം ചെയ്തു. സജി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അനിതാകുമാരി, ദിനേശ് ബാബു, ബെൻസൺ ജോസഫ്, രമ ജോഗീന്ദർ എന്നിവർ പങ്കെടുത്തു. കുട്ടനാട് YMCA സബ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ കുട്ടനാട്ടിലെ വിവിധ സ്കൂളുകളിൽ നടത്തുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിന്റെയും ബോധവൽക്കരണ സെമിനാറിന്റെയും ഉദ്ഘാടനം നടന്നു. മുട്ടാർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ അഡ്വക്കേറ്റ് ബിന്ദു C. ആന്റണി, പ്രസാദ് P. വർഗീസ്, മാത്തുക്കുട്ടി ജോസഫ്, സാലിമ്മ എന്നിവർ സംസാരിച്ചു. ചരമവാർത്തകൾ. കാവാലം കുന്നുമ്മ മൂരയിൽ ജോസഫ് ഫിലിപ്പ് 77 വയസ്സ് നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 10:30 കാവാലം സെന്റ് തെരേസാസ് ദേവാലയ സെമിത്തേരിയിൽ. ആലപ്പുഴ കൈതവന ചൂളയ്ക്കൽ ജോ ഭവനിൽ S. ജോൺ 80 വയസ്സ് നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 10 കൈതവന വിമല ഹൃദയനാഥ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ലാൽ സലാം, പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്ക് ആയിരങ്ങളുടെ ശ്രദ്ധാഞ്ജലി. ഉച്ചക്കഞ്ഞി വിതരണത്തിനായി നൽകിയ അരിയിൽ പുഴുവും ചെള്ളും സൗജന്യം. മങ്കൊമ്പ ചതുർത്യാഗരി ഗവൺമെന്റ് സ്കൂളിലേക്ക് നൽകിയ അരിയിലാണ് പുഴുക്കളെ കണ്ടെത്തിയത്. കുടുംബശ്രീയിലും രാഷ്ട്രീയം. കുടുംബശ്രീയെ CPM രാഷ്ട്രീയവത്കരിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ CDS ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. ഉയരുന്ന വിലക്കയറ്റത്തിനെതിരെ ഉയരുന്ന സ്ത്രീ ശബ്ദം. കേരള മഹിളാ സംഘം വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.